ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ ദ ടെക് പ്രോ. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആമസോണിൽ നിന്നാണ് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 255 രൂപയാണ് ഇതിനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റിലേക്ക് പോകാം. അപ്പം നമുക്ക് ഏകദേശം 20-25 ദിവസത്തോളം യൂസ് ചെയ്തതിന് ശേഷമാണ് റിവ്യൂ പറയുന്നത്. അപ്പം നമ്മുടെ ടൗൺ ഏരിയയിലും നമ്മുടെ നാട്ടിലെല്ലായിടത്തും മഴ പെയ്തതിൽ ഭയങ്കരമായിട്ട് കൊതുകിൻ്റെ ശല്യമാണ്. അപ്പോൾ നമ്മൾ പണ്ടത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുന്തിരിക്കം പോയിക്കുക, അല്ലെങ്കിൽ കൊതുകുതിരി അതിനുശേഷം നമുക്ക് മോസ്കിറ്റോ ബാറ്റുകളായി. അങ്ങനെ ഇപ്പം വന്നിരിക്കുന്ന പുതിയൊരു പ്രൊഡക്റ്റാണ് മോസ്കിറ്റോ കില്ലിംഗ് ലാമ്പ് എന്ന് പറഞ്ഞിട്ടൊരു ലാമ്പ്. അപ്പോൾ ഇതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഷോക്കൊക്കെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണോ നമ്മുടെ മോസ്കിറ്റോ ബാറ്റ് വർക്ക് ചെയ്യുന്നത്, ഫേസ് ന്യൂട്രലിലും കൊതുകുകൾ കയറുമ്പോൾ ഷോക്കടിച്ച് മരിക്കുന്ന അതേ ഒരു ഇതാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ വരുന്നത് 5 വാട്ട് പവറൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. പോരാണ്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ചാർജറുമായിട്ട് DC 5 വോൾട്ട് 1 ആംപിയറിലാണ് ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. നമുക്ക് USB കേബിൾ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ചെറിയൊരു ഡിവൈസാണ്. നമ്മൾ ആമസോണിലൊക്കെ നോക്കുമ്പോൾ വലിയൊരു ഡിവൈസായിട്ട് തോന്നും, പക്ഷേ കിട്ടുമ്പോൾ ചെറിയൊരു ഡിവൈസാണ്. അപ്പം ഹാങ് ചെയ്യാൻ മേളിലൊരു റബ്ബർ ഹാങ്ങിങ് തിങ് ഒക്കെ ഉണ്ട്. പോരാണ്ട് അതിൻ്റെ അടിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. കൂടാണ്ട് എത്ര കറണ്ട് വലിക്കുന്നു എന്നുള്ളതും റേറ്റഡ് പവറും എല്ലാം കാണിക്കുന്നുണ്ട്. സ്റ്റിൽ ഇറ്റ്സ് നമുക്ക് ക്യൂട്ടാണ്. സാധനം നമുക്ക് ഹാങ് ചെയ്യാനും യൂസ് ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ എന്തൊക്കെ ലഭിക്കുന്നു നോക്കാം. ഒരു കവറിലാണ് ജസ്റ്റ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് കൂടെ കിട്ടുന്ന ഒരു ബ്രഷുണ്ട്. അതെന്ന് പറയുന്നത് നമുക്ക് മോസ്കിറ്റോ കുടുങ്ങി കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ്. എല്ലാ ദിവസവും നമ്മൾ ക്ലീൻ ചെയ്ത് കളയണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മോസ്കിറ്റോ കില്ലിംഗ് ലാമ്പിൻ്റെ പവർ കുറയാൻ സാധ്യതയുണ്ട്. അപ്പം അത് കാരണം ദിവസം നമ്മൾ ക്ലീൻ ചെയ്യണം. ഓരോ മോസ്കിറ്റോസിനെ അതിൽ നിന്ന് എടുത്ത് കളയണം. കൂടാണ്ട് ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ പോലൊരു കാർഡും, പിന്നെ നമുക്ക് ഇത് കറണ്ടിൽ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കേബിളാണുള്ളത്. USB to സ്മോൾ റൗണ്ട് പോർട്ടാണുള്ളത്. മെയിൽ പോർട്ട്, നമുക്ക് ഫീമെയിൽ പോർട്ടാണ് നമ്മുടെ ഡിവൈസിലും വന്നിരിക്കുന്നത്. അത് കണക്ട് ചെയ്യാം. അങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്. നമുക്ക് മൊബൈൽ ചാർജർ, നമുക്ക് നോർമൽ 5 വോൾട്ട് വരുന്ന DC മൊബൈൽ ചാർജറിൽ കണക്ട് ചെയ്യാം. അപ്പം ഏകദേശം അത് നല്ലൊരു ഈസി ആൻഡ് കംഫർട്ടബിളാണ്. ബട്ട് ഈ കേബിളിന് കുറച്ചുകൂടി ലെന്ത് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നമ്മുടെ ഒരു കൈയിൻ്റെ മുട്ടിന് നീളം വരെയേ ഉള്ളൂ. ഏകദേശം ഒരു 30 to 40 സെൻറ്റിമീറ്റർ ലെന്ത് മാത്രമേ അതുള്ളൂ. അത് കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ബട്ട് ഈ പ്രൈസിന് നമുക്ക് ഇത് തന്നെ കിട്ടിയത് ഭയങ്കര ലാഭമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കാണുന്നതൊക്കെ നമുക്കൊരു ചെറിയ ലൈറ്റ് കാണും, വയലറ്റ് കളർ. ഇതിൽ അട്രാക്റ്റ് ആയിട്ടാണ് മോസ്കിറ്റോ വന്ന് ഇവിടെ കയറുക. ആ കയറുന്ന സമയത്താണ് ഈ മെഷീൻ്റെ ഉള്ളിലുള്ള ന്യൂട്രൽ പോസ്റ്റിക്കിൽ ടച്ച് ചെയ്തിട്ട് മോസ്കിറ്റോ ഷോക്ക് അടിച്ച് മരിക്കുന്നത്. പോരാണ്ട് ഇതിന് സേഫ്റ്റി പർപ്പസിനായിട്ട് പുറത്തൊരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അതായത് ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പോയി വിരലിടുകയോ അല്ലെങ്കിൽ കൈ കൊണ്ട് കുത്തി നോക്കുകയോ തൊടാൻ ശ്രമിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവരുടെ കൈ ഉള്ളിലേക്ക് പോകാത്ത രീതിയിലുള്ള മെഷീൻ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ചൈൽഡ് കെയർ ഉള്ളൊരു പ്രൊഡക്റ്റും കൂടിയാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മുടെ റൂമിൽ ഒരു വൈകുന്നേരം സന്ധ്യാസമയത്ത് ഇത് ഓണാക്കി വെക്കുകയും നമ്മൾ കിടക്കാൻ ചെല്ലുന്ന സമയത്ത് ഇത് അവിടെ നിന്ന് മാറ്റുകയും ചെയ്യണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലൈറ്റിൻ്റെ വെട്ടത്തിൽ നമുക്ക് കുറേയധികം കൊതുക് തരികയും രാത്രി നമ്മളെയും കടിക്കും. ഇത് രാത്രി മറ്റൊരു റൂമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന കൊതുകുകളെല്ലാം മരിക്കുകയും നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്യാം. പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചീപ്പ് റേറ്റിൽ ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. നെഗറ്റീവ് എന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ കേബിളിൻ്റെ ലെന്ത് കുറവാണെന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക് യു.